നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഈ NEP എന്താണ് കുഴപ്പം ഒന്ന് പറഞ്ഞേ. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. PM ശ്രീ പദ്ധതിയുടെ നടപ്പാക്കൽ തൽക്കാലം നിർത്തിവെക്കാനാണല്ലോ തീരുമാനം. ഇത് താൽക്കാലിക മരവിപ്പിക്കലും പെട്ടെന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സമയം നീട്ടിയെടുക്കലും മാത്രമല്ലേ? CPI ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ നടപടിയിലൂടെ പരിഹരിക്കപ്പെടുമോ? ഇതിനിടയിൽ പെട്ടുപോയത് പാവം പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ്. സ്വന്തം പാർട്ടിയെയും പാർട്ടിയുടെ നയത്തെയും വിശ്വസിച്ച് ദേശീയ വിദ്യാഭ്യാസ നയപരിപാടിയെയും PM ശ്രീയെയും ശക്തിയുക്തം ആദ്യം തന്നെ എതിർത്തു. അത് ഇവിടെ നടപ്പാക്കില്ലെന്ന് മന്ത്രി കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ കേരള ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും നയം വ്യക്തമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ NEPയിൽ ഒപ്പുവെക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇതിനിടയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കാൻ പുതിയ അടവ് നയം പാർട്ടി സ്വീകരിച്ചത് V ശിവൻകുട്ടി അറിഞ്ഞില്ല. കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിടാൻ പാർട്ടി നിർദ്ദേശിച്ചു. ആരും അറിയാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഡൽഹിക്ക് പറപ്പിച്ച് ഒപ്പിടിയിച്ചു. മന്ത്രി നിലപാട് മാറ്റിയോന്ന് ചോദിച്ചപ്പോൾ V ശിവൻകുട്ടി ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ഒരു NEPയുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഈ NEPയിൽ എന്താണ് കുഴപ്പം ഒന്ന് പറഞ്ഞേ. NEPയിൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞേ. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. ഈ തുറന്നു പറച്ചിലും V ശിവൻകുട്ടിയെ രക്ഷിച്ചില്ല. CPI ഉടക്ക് വെച്ച് മുന്നണിയിൽ പ്രശ്നമായി. പദ്ധതി തൽക്കാലം നടപ്പാക്കേണ്ടെന്ന് ഒടുവിൽ തീരുമാനിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നടപ്പാക്കാം എന്ന് ആലോചിക്കാനുള്ള സമിതിയുടെ തലവനെന്ന ചുമതല കിട്ടിയെന്ന് മാത്രം V ശിവൻകുട്ടിക്ക് ആശ്വസിക്കാം. ഫലത്തിൽ ശിവൻകുട്ടി അഭിപ്രായം മാറ്റിയത് വെറുതെയായി.